അപ്പോൾ UK രാത്രി സമയം 11:30 ആയപ്പോൾ ഫുഡ് ഡെലിവറി വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ആദ്യത്തെ കൈനീട്ടം പോലെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ മഗ്ഡിന്ന് ഒരു ഓർഡർ അടിച്ചു. ഒരു £5.25 കിടിലിന് ഓർഡർ. അപ്പോൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നുണ്ട്. വൈഫും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ കസ്റ്റമർ വീട്ടിൽ പോയി. പക്ഷെ വീട് തെറ്റായിരുന്നു. രാത്രി 11:30 ആയിട്ട് പുള്ളി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പുള്ളി ഓർഡർ ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ നമ്മൾ ശരിയായിട്ടുള്ള വീട് കണ്ടുപിടിച്ചു. നേരെ ഒരു പബ്ബിലായിരുന്നു. പബ്ബിൽ കൊണ്ട് ഫുഡ് കൊടുത്തു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് മക്ഡൊണാൾഡ്സിൽ വന്നു. കയ്യിലുള്ള 3 ആപ്പ് ഉണ്ട്. അത് 3 ഓണാക്കി നോക്കി, ഒന്നും അടിക്കുന്നില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു £5.24 ആ പാർക്ക് ചെയ്ത് കിടന്ന മക്ഡൊണാൾഡ്സിൽ ഒരു ഓർഡർ അടിച്ചു. നേരെ അകത്ത് പോയി എടുക്കാം. സമയം രാത്രി 11:30 കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഭാഗത്ത് കയറ്റത്തില്ല. കാരണം അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അതുകൊണ്ട് പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യണം. രാത്രി സ്റ്റാഫ് ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ റെഡി ആവുന്നേ ഉള്ളൂ. അവരെ കൂടെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് എടുത്തു തരാൻ വേണ്ടി. ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞു കാണും. ഇപ്പൊ ഡ്രൈവർമാരുടെ എണ്ണം നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് നമ്മുടെ ഓർഡർ ഒന്നും വന്നില്ല കേട്ടോ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഓർഡർ കിട്ടിയെങ്കിലും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ഡെലിവറിയാണ്. കൊടുക്കേണ്ടത് 5 മൈൽസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളതുകൊണ്ട് കൊടുത്തു. അങ്ങനെ ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്തു നിന്ന് അടുത്ത ഓർഡർ അടിച്ചു. £4.23 എടുത്തേക്കാം. അപ്പം എൻ്റെ എപ്പോഴും ഒരു ശീലമുണ്ട്, ഓരോ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ 2 ആപ്പ് ഞാൻ പോസ് ചെയ്ത് നോക്കും. കാരണം ഒരു ജോബ് നമ്മൾ എടുക്കാവുന്ന ഏറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ആപ്പ് ഓൺ ആക്കാവും. അങ്ങനെ 3 മിനിറ്റേ ഉള്ളായിരുന്നു അടുത്ത മക്ഡിലോട്ട് എത്താൻ. ന്യൂപോർട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 3 മക്ഡൊണാൾഡ്സ് ഉണ്ട്. രാത്രിയിൽ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ എവിടുന്ന് വേണമെങ്കിലും ഓർഡർ അടിക്കാം. നേരത്തെ ഉള്ള മക്ഡൊണാൾഡ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മളെ അകത്ത് കയറ്റും. അകത്ത് കയറ്റി നമുക്ക് നേരത്തെ പോലെ ഡിലേ കാണത്തില്ല. ഇവിടെ ഇച്ചിരി സ്റ്റാഫ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലുമ്പോൾ ഇതിന്റെ ഓർഡർ കിട്ടും. നമ്പർ പറഞ്ഞപ്പോൾ തന്നെ സാധനം എടുത്തു റെഡി ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ താഴെ പോയത് ഡ്രിങ്ക്സ് ആണ്. ആരുടെയോ ഭാഗ്യത്തിന് താഴെ പോയില്ല. അയാൾ എന്നോട് സൂക്ഷിച്ച് പിടിച്ചോണോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ബാഗിനകത്ത് ഞാൻ ഫുഡും ഡ്രിങ്ക്സും പാക്ക് ചെയ്ത് ചേർത്താണ് വെക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ കസ്റ്റമർ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതും സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ £4.19 വീണ്ടും അടിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ £4 മേടി വരുന്ന ഏത് ഓർഡർ നമ്മൾ എടുക്കും. കാരണം അധികം ക്വയറ്റ് ആണ്. പിന്നെ രാത്രി ഡെലിവറി ചെയ്തിട്ട് വേണം. റോഡിൽ ട്രാഫിക് എന്ന് പറയുന്ന സാധനമില്ല. പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റും. അങ്ങനെ നമ്മളവിടെ പാർക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 മക്ഡൊണാൾഡ്സ് രാത്രി ഓപ്പൺ ചെയ്യുമെന്ന്. അങ്ങനെ 3ാമത്തെ മക്ഡിന്നാണ് നമുക്കിപ്പോൾ അടിച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഡ്രൈവർമാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു മുറി തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് നമുക്ക് വേണ്ടി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ കിട്ടും. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഓർഡർ റെഡി ആയിരുന്നു. സാധനം കിട്ടി. നമുക്ക് പോകേണ്ടത് 1.7 മൈലാണ്. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ അത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ FTCന്ന് വേറൊരു ഓർഡർ അടിച്ചു. അത് അടിച്ചിരിക്കുന്നത് £5.65 ആണ് അടിച്ചത്. നേരെ നമുക്കത് പോയി എടുക്കാം. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് മഗ്ഡി കയറിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് ജാക്സനെ കണ്ടു. ജാക്സൺ 9 മണിക്ക് ഓടാൻ ഇറങ്ങിയാണ്. പുള്ളിക്കിപ്പോൾ £50 ആയി. അതിന്റെ ഒരു സന്തോഷം മുഖത്ത് ഇല്ലാതില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാൻ കസ്റ്റമർ താമസിക്കുന്ന സ്ട്രീറ്റിലെത്തി. ആ രാത്രിയിൽ ആകപ്പാടെ വെട്ടമുള്ളത് ആ വീട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട വീട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കാരണം കൊടുക്കേണ്ട വീട്ടിൽ മാത്രമേ കാണത്തുള്ളൂ വെട്ടം. അങ്ങനെ വീണ്ടും നമുക്കൊരു £5.45 ഓർഡർ അടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഓടുന്ന ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ മഗ്ഡി ചെന്നപ്പോൾ പിന്നെയും ജാക്കുവിനെ കണ്ടു. അങ്ങനെ എച്ചുവിന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി. പാവം കൂട്ടിരിക്കാൻ വന്നതാണ്. പക്ഷെ സമയം ഇത്രയായില്ലേ, ഉറങ്ങട്ടെ. അങ്ങനെ അടുത്ത കസ്റ്റമർ വീട്ടിൽ വന്നപ്പോൾ ഈ ഓർഡറിന് ഒരു ഡെലിവറി പിൻ ഉണ്ട്. കാരണം നമ്മൾ വീട് മാറിപ്പോകാതിരിക്കാനാണ്. അങ്ങനെ കസ്റ്റമർ ഒരു 4 ഡിജിറ്റ് പിൻ നമ്പർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ഫോണിൽ നിന്ന് ഒരു പിൻ നമ്പർ പറഞ്ഞ് അങ്ങനെ ആ പിൻ നമ്പർ മാച്ച് ആയാൽ മാത്രമേ നമ്മൾ ഓർഡർ അവിടെ കൊടുക്കാവൂ. അങ്ങനെ ഈ പിൻ നമ്പർ മാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ സമയം വെളുപ്പിന് ഏകദേശം 1:45 നമുക്ക് £7.21 ഒരു ഓർഡർ അടിച്ചു. ഇത് അവസാനത്തെ ഓർഡറാണ്. ഇതോടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. അങ്ങനെ മഗ്ഡി കയറി ജാക്കുവിനെ കണ്ടു, ഓർഡർ കൊടുത്തു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണേ. അപ്പൊ ഇന്നത്തെ ഡെലിവറിയുടെ ഔട്ട്കം പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം രാത്രി 11:30 തൊട്ട് വെളുപ്പിന് 2 മണി വരെ ഓടി. നമ്മൾ 30 മൈൽ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയത് £40 ആണ്. പെർ അവർ £15 മേളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഡെലിവറി ലാഭമാണോ നഷ്ടമായിരുന്നോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആൻഡ് കണ്ടന്റ്സ് ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള കണ്ടന്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.